ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വേൾഡ്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഞാനിന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഷാർജയിലേക്കാണ് പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ മീറ്റപ്പാണ് കേട്ടോ ഷാർജയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ടീച്ചേഴ്സും കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 9:30ക്കാണ് ഫ്ലൈറ്റ്. നമ്മളൊരു 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അച്ഛനും അമ്മയും ഏട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തി, ലഗേജസൊക്കെ എടുത്തു. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ തൃശ്ശൂരിൽ നിന്നും ഒരാൾ വയനാട്ടിൽ നിന്നുമാണ് വരാനുള്ളത്. അവരെത്തിയിട്ടില്ല. നമ്മൾ അടുത്തായതുകൊണ്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. വീട്ടിലുള്ളവരൊക്കെ തിരിച്ചു പോയി കേട്ടോ. നമ്മളാക്കിയിട്ട് അവർ തിരിച്ചു പോയി. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഫ്ലൈറ്റിൽ കയറാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ളവർ ഒരു തവണ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ടും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കണ്ടു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മക്കളെയൊക്കെ ഇട്ടിട്ട് പോന്നപ്പോൾ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ ഒരുപാട് ദിവസത്തേക്കൊന്നും ആയിട്ടല്ല വരുന്നതെങ്കിലും നമ്മളങ്ങനെ വിട്ട് നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അബുദാബിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഫുൾ ലൈറ്റ്സ് ഉള്ളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു എക്സ്പീരിയൻസ് പോലെ ആയിരുന്നു കേട്ടോ എനിക്ക്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അബുദാബിയിൽ വന്നിട്ട് ലാൻഡ് ചെയ്തു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന മക്കളെ ഓഫ്ലൈനായിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ പുതിയൊരു രാജ്യത്തേക്ക് നമ്മൾ വന്നപ്പോൾ അവിടുത്തെ കാഴ്ചകളും ബാക്കിയുള്ള എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു വികാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവർ 2 പേരായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവർ കഴിഞ്ഞ വർഷം പോയ ആൾക്കാരായതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കമറു മാമും ജസ്ന മാമും ആയിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് അവർ തന്നെയായിരുന്നു. നമ്മളവിടെ എത്തി ഒരു റെസ്റ്റ് റൂമിൽ പോയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു.
എന്നിട്ട് പിന്നെ മോർണിംഗിലാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പുറത്തേക്ക് അപ്പോൾ പോവാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഗേജസൊക്കെ താഴെയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ലഗേജസൊക്കെ അവിടെ തന്നെ ഇല്ലേന്ന് കൺഫേം ആക്കാനായിട്ട് ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു 1 by 1 ആയിട്ട്. ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പായി നമ്മൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ബസ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ലഗേജസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ലഗേജസൊക്കെ കയറ്റി നമ്മൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. ബസ് ബുക്ക് ചെയ്ത് നമ്മൾ കയറി. ഞാനിവിടെ വന്നിട്ടുള്ള ഓരോ കാഴ്ചകളും എനിക്ക് പുതുമയുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടോ. കറക്റ്റ് അത് തന്നെയാണോ നെയിമെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു ഓർമ്മയിലുള്ള പേര് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് വേറൊരു ബസ്സിൽ നമ്മൾ കയറണം. അങ്ങനെ ഇതാ നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാമിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു 2 days നമ്മൾ എന്തായാലും അവിടെ ആയിരിക്കും.
ഈ ഒരു സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ബസ്സിലെ ഡ്രൈവർ നമുക്ക് ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ. അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ആൾ പറഞ്ഞു തരാണ്. ആൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എന്നുള്ളത്. റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ബസ്സിന് പോകണം. ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് ടാക്സി വിളിച്ചിട്ട് വേണം മാമിൻ്റെ വീട്ടിലെത്താൻ.
മാം മൂവൈല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റോള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മൊബൈലിലേക്ക് ടാക്സി വിളിക്കണം കേട്ടോ. അപ്പോൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. സിസ്റ്ററും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് റെയിൻ റൂം കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയുടെ ഇടയിലൂടെ നമ്മൾക്ക് പതിയെ സ്ലോ ആയിട്ട് വാക്ക് ചെയ്ത് കഴിഞ്ഞാലും വളരെ പതുക്കെ നടന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യില്ല, നനയില്ല. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ.
പിന്നെ നമ്മളിതാ അവിടെ അടുത്തുള്ളൊരു മാളിൽ 1-2 മാളിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ.